പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് സൗദി വിമാന കമ്പനി സൗദിയ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലെ 20 സെക്ടറുകളിലേക്കുള്ള രാജ്യാന്തര യാത്രകളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. എന്നാൽ റഷ്യയിലേക്ക് പറക്കുന്ന 5 സർവീസുകളിലും ഇന്ത്യ ഇല്ല എന്നത് പ്രവാസികൾക്ക് ആശങ്ക നൽകുന്നു. ഇസ്ലാമാബാദ്, കറാച്ചി, കോലാലംപൂർ, ജക്കാർത്ത, മനില എന്നിവയാണ് ഈ ഏഷ്യൻ സെക്ടറുകൾ. ഈ മാസം 20 മുതലാണ് ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യാന്തര യാത്രയ്ക്ക് പ്രത്യേക അനുമതിയുള്ളവർക്ക് വേണ്ടിയാണ് നിലവിലെ സർവീസുകളെന്ന് സൗദി അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ, യൂറോപ്പ് വിമാനത്താവളങ്ങളിലേക്ക് 7ഉം ആഫ്രിക്ക 6 സെക്ടറുകളിലേക്കാണ് മറ്റ് സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ദുബായ്, അമ്മാൻ സെക്ടറുകളിലേക്ക് 2 സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രകൾ ജിദ്ദ വിമാനത്താവളത്തിൽ ടെർമിനൽ 1 വഴിയായിരിക്കും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതലാണ് സൗദി രാജ്യാന്തര സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലേക്കുള്ള രാജ്യാന്തര വിമാനങ്ങൾ പട്ടികയിൽപ്പെടാത്തത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ജനുവരി 1 മുതൽ സൗദിയിൽ നിന്നുമുള്ള രാജ്യാന്തര ആകാശയാത്രകൾ പൂർണ്ണമായും തുറക്കാനിരിക്കുമ്പോൾ ഇന്ത്യയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ. ഇന്ത്യയിലെ വൈറസ് ബാധയുടെ പ്രതിദിന കണക്കിലെ വർധനവിൽ ആ പ്രതീക്ഷയും മങ്ങാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പലരും. നിലവിൽ ദുബായ് വഴിയാണ് സൗദിയിലേക്ക് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദുബായിലെ 14 ദിവസത്തെ ക്വാറന്റൈൻ ഉൾപ്പെടെ ഭാരിച്ച ചിലവാണ് ഈ യാത്രയ്ക്ക് എന്നതിനാൽ തന്നെ സാധാരണക്കാർക്ക് ഇത് താങ്ങാനാവുന്നതല്ല. എങ്കിലും മലയാളി ഫാമിലികൾ ഉൾപ്പെടെ അത്യാവശ്യക്കാർ ഈ രീതി ഉപയോഗപ്പെടുത്തി സൗദിയിൽ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.